മറഞ്ഞിരിക്കുന്നതിനെ കണ്ടുപിടിച്ച് തമ്പുരാൻ പൊളിക്കും. അത് 2 ദിവസമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണത കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായി, പഠിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അതിന് റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിന് എന്തോ വലിയ കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൽ ആശ്രയിക്കാം. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ചർച്ചിൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ഞാൻ എന്ന് ഈ ചർച്ചിൻ്റെ അകത്ത് എൻ്ററായോ ആ ടൈം മുതൽ, സ്പിരിച്വൽ കവറിങ്ങിലേക്ക് മാറിയ ടൈം മുതൽ പാസ്റ്ററിൻ്റെയും സുൽ പാസ്റ്ററുടെയും പ്രത്യേക സ്നേഹവും പ്രത്യേക കരുതലുകളും പ്രത്യേക ആത്മീക പ്രാർത്ഥനകളും എൻ്റെ യാത്രകൾക്കെല്ലാം വളരെ ബലമായിരുന്നു. ഞാൻ ചെന്നിടത്തെല്ലാം ദൈവം എന്നെ ശക്തമായി പ്രയോജനപ്പെടുത്താൻ ഇടയായി. പ്രത്യേകിച്ച് സഭയിലെ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. അല്പം ബുദ്ധിമുട്ടുണ്ട് തൊണ്ടയ്ക്ക്, എന്നാൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയെ ചോദിക്കുന്ന ഒരു വാക്യത്തിലേക്ക് വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം എടുത്താട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് 12-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. മൂടി വെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. അടുത്ത വാക്യോട് വായിച്ചോ. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞത് എല്ലാം വെളിച്ചത്ത് കേൾക്കും, അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമകളിൽ ഘോഷിക്കും. ആമേൻ, ആമേൻ. ഈ വചനത്തിനായിട്ടൊരു സ്തോത്രം ചെയ്താട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ ലൂക്കോസ് ഒരു നല്ല എഴുത്തുകാരനാണ്, വൈദ്യനാണ്. ആധികാരികമായ രീതിയിൽ സുവിശേഷം കൈകാര്യം ചെയ്തിട്ടുള്ള 4 സുവിശേഷ എഴുത്തുകാർ, വളരെ പ്രാഗൽഭ്യത്തോടെ സുവിശേഷം കൈകാര്യം ചെയ്യുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ് ലൂക്കോസ്. അദ്ദേഹം 12-ാം അധ്യായം എഴുതി തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വാക്യം 2-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ മനസ്സുടക്കിയത് കൊണ്ട് ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയത്: മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. എന്ത് മൂടി വെച്ചാലും അത് വെളിപ്പെട്ടു വരും. എത്ര ഗൂഢമായതും കർത്താവ് തെളിയിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പകലത്തെ സെക്ഷൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്ന ഒരു പ്രോഫറ്റിക്കൽ മെസ്സേജായിട്ട് ഞാൻ പറയുന്നു. നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ആത്മീക ശുശ്രൂഷയ്ക്കോ മുന്നേറ്റങ്ങൾക്കോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വണ്ണം മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ഈ വചനം തുറക്കുമ്പോൾ തന്നെ തമ്പുരാൻ അതിൻ്റെ അടിത്തറ പൊളിക്കും. ഈ മിനിറ്റിൽ തന്നെ അത് സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വചനത്തിന് മുഴുവൻ സപ്പോർട്ട് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ഒരു പക്ഷേങ്കിൽ കുറച്ച് സമയം സംസാരിച്ചേക്കാം, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. ദൂതന്മാർ ഈ വചനത്തിൻ്റെ ഭയങ്കരമായൊരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആത്മപ്രേരണ തരുന്നു. അതുകൊണ്ട് ഞാനത് ശക്തമായിട്ട് ദൈവസഭയെ അറിയിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ മറഞ്ഞിരിക്കുന്നതിനെ കർത്താവ് വെളിപ്പെടുത്തിയിട്ട് ആ വെളിപ്പെടുത്തിയ സംഭവത്തെ എന്നേക്കുമായിട്ട് കർത്താവ് നിരാകരിച്ചു കളഞ്ഞു. ഒന്നുകൂടി പറഞ്ഞാൽ, മറഞ്ഞിരിക്കുന്നതിനെ കർത്താവ് വെളിപ്പെടുത്തിയാൽ പിന്നീട് അതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇച്ചിരൂടെ പറയാം, മറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും വെളിപ്പെട്ട് വന്നാൽ പിന്നീട് അതിന് ശക്തി പുലർത്താൻ പറ്റത്തില്ല. അത് കണ്ണിൽപ്പെട്ടാൽ അതിൻ്റെ തകർച്ചയുടെ ദിവസമാണ്. ഒരു പ്രവചന വാക്കായിട്ട് ഞാൻ പറയുന്നു, നമ്മുടെ കണ്ണിൽ പെടാതെ മറഞ്ഞു കിടന്നത് തമ്പുരാൻ എന്ന് നമ്മുടെ കണ്ണിൽ വെളിപ്പെടുത്തി തരും. വെളിപ്പെട്ടാൽ അതിന് പിന്നെ സ്ഥാനമില്ല, അതിൻ്റെ ശക്തി ക്ഷയിക്കും, അത് എന്നേക്കുമായി തകർന്നു പോകും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ ജനം മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വെടിവിക്കപ്പെടുന്നു. ദൈവം മോശ മുഖാന്തരം അവരെ പുറത്തു കൊണ്ടുവരുന്നു. പുറത്തു കൊണ്ടുവന്നിട്ട് ചെങ്കടൽ കടക്കുന്നു. ചെങ്കടൽ കടന്ന് ദൈവം അവരെ മുൻപോട്ട് യാത്ര തിരിക്കുന്ന സമയങ്ങളിൽ സിനായ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് മോശയെ വിളിക്കുന്ന ഒരു വേദഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. 25-ാം അധ്യായമാണ്. 25 പുറപ്പാട് ദിവസം 25-ാം അധ്യായം വായിച്ചു വരുമ്പോഴത്തേക്കിന് ദൈവം മോസസിനെ വിളിക്കുകയാണ്. മോസസിനെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിക്കുകയാണ്. പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചു കയറ്റുന്നത് ദൈവം തൻ്റെ ഹൃദയത്തിൽ രഹസ്യമാക്കി വെച്ചത് എന്തോ അദ്ദേഹത്തിന് പകരാൻ വേണ്ടിയാണ്. പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചു കയറ്റുന്നത്
ദൈവം അവൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ച രഹസ്യങ്ങൾ ആ ദൈവഭക്തന് കൈമാറാൻ വേണ്ടിയാണ്. ആദ്യമായി പർവ്വതത്തിൽ കയറിയ ആളല്ല മോശ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിനായ് പർവ്വതത്തിൽ കയറുന്നതിന് മുമ്പേ അദ്ദേഹം കയറിയ മറ്റൊരു പർവ്വതമാണ് ഹോരേബ് പർവ്വതം. സമാനമായി കിടക്കുന്ന പർവ്വതങ്ങളാണിത്, അടുത്തടുത്തുള്ള പർവ്വതങ്ങളാണ്. അപ്പോൾ ഹോരേബ് പർവ്വതത്തിൽ മോസസ് കയറുന്നത് വിളിക്കാതെയാണ് കയറുന്നത്. ഹോരേബ് പർവ്വതത്തിൽ ദൈവം വിളിച്ചിട്ടല്ല മോസസ് കയറുന്നത്. മുൾപ്പടർപ്പ് കത്തുന്ന അത്യപൂർവമായൊരു കാഴ്ച കണ്ടിട്ട് ഒരു ഇൻവിറ്റേഷനും ഇല്ലാതെയാണ് മോസസ് കയറി ചെല്ലുന്നത്. അന്ന് ഇൻവിറ്റേഷൻ ഇല്ലാതെ കയറി ചെന്നവൻ്റെ കയ്യിൽ അധികാരം കൊടുത്ത് പൈശാചിക ലോകത്തെ തകർക്കാൻ പാകത്തിൽ അവനെ നിയുക്തനാക്കിയെങ്കിൽ, ഇൻവിറ്റേഷൻ ഒരു പരസ്യവും കാണാതെ ഇതിനകത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ വെറുതെ പോകത്തില്ല, അസാധാരണ അധികാരങ്ങളുമായിട്ടേ പോകത്തുള്ളൂ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നന്നായി കർത്താവിന് മഹത്വം കൊടുത്തോണം. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എൻ്റെ ഉള്ളിൽ പറഞ്ഞു തരുന്നു. ഈ 21 ദിവസത്തെ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ വ്യക്തിപരമായി ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു വലിയ സാമ്രാജ്യ ശക്തിയെ നീ ഒറ്റയ്ക്ക് നേരിടാൻ പോകുകയാണ്. ഒറ്റയ്ക്ക് നീ അതിൻ്റെ അടിത്തറ പൊളിക്കാൻ പോകുകയാണ്. കേൾക്കുമ്പോൾ സന്തോഷമുള്ളവർ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇൻവിറ്റേഷൻ ഇല്ലാതെ, ഒരു ഇൻവിറ്റേഷൻ വിളിക്കാതെ അദ്ദേഹം കയറി ചെന്നു. ഞാനിവിടെ വിളിക്കാതെ വന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സുൽ പാസ്റ്ററേയും പാസ്റ്ററുടെയും വന്ന് കൈവെപ്പ് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ സ്നേഹിതരാരോ, പേര് ഞാൻ ഓർക്കുന്നില്ല, അന്ന് ശുശ്രൂഷിച്ച സമയത്ത് ഒരു വൈകുന്നേരം സെക്ഷനിൽ വന്ന് ഞാൻ ഇരുന്നിട്ട് പാസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മടങ്ങിപ്പോയത്. അന്ന് ഞാനിവിടെ വിളിക്കാതെ വന്നത്. പക്ഷേ ഞാൻ വിളിച്ചിട്ട് പിന്നീട് ഒരുപാട് സമയങ്ങളിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ വിളിക്കാതെ വന്നപ്പോൾ എനിക്ക് അത്രയും പരിഗണന കിട്ടിയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൻ്റെ തെറ്റിദ്ധരിക്കല്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷെ വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും എന്നെ സ്നേഹിക്കുകയും പരിഗണന എനിക്ക് കിട്ടുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, വിളിക്കാതെ വന്ന ആ ദൈവദാസൻ, ഇൻവിറ്റേഷൻ ഇല്ലാതെ കയറി ചെന്നവൻ അധികാരത്തോടെ ഇറങ്ങി വന്നു. പക്ഷെ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ അധികാരമല്ല കൊടുത്തത്, ഹൃദയം കൊടുത്തത്. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ഇന്ന് ഈ സെൻറ്റൻസ് ഞാൻ എടുക്കുമ്പോൾ തന്നെ കർത്താവ് എന്നോട് പറയുന്നു, ഇന്ന് നടക്കുന്ന പകർച്ചകളിലൊന്ന് ദൈവഹൃദയത്തിൻ്റെ പകർച്ചയായിരിക്കും. ദൈവഹൃദയത്തെ വഹിക്കാൻ പാകത്തിലുള്ള ചിലരെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളേത് എവിടെ ഒളിച്ചിരുന്നാലും, എത്ര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കയറി ഇരുന്നാലും ഈ ദൂത് വന്ന് നിന്നെ തൊടുന്നുണ്ട്. ആർക്കും ദൈവം കൈമാറാത്ത തൻ്റെ ഹൃദയത്തെ ഇന്ന് പകൽ ദൈവം കൈമാറാൻ വേണ്ടി സെലക്ട് ചെയ്ത ചിലർ ഇതിനകത്തുണ്ട്. ദൈവഹൃദയത്തിൻ്റെ അസാധാരണമായ കൈമാറ്റം പരിശുദ്ധാത്മാവായ ദൈവം ഈ മീറ്റിങ്ങിനകത്ത് കൈമാറാൻ പോകുകയാണ്. ദൈവം മോസസിന് ഇൻവിറ്റേഷൻ കൊടുത്തപ്പോൾ മോസസിനോട് പറഞ്ഞു, 2000 മുഴം ജനത്തെ അകറ്റി നിർത്തണം, മൃഗങ്ങളെ അകറ്റി നിർത്തണം, എന്നിട്ട് നീ തനിച്ച് എൻ്റെ സന്നിധിയിലേക്ക് കയറി വരണം. അന്നും തനിച്ചാണ് കയറി ചെന്നത്. പക്ഷേ ഇൻവിറ്റേഷൻ ഉള്ളപ്പോൾ ഇച്ചിരി സ്പെസിഫിക്കേഷനായിട്ട് പറഞ്ഞു, നീ തനിച്ച് എൻ്റെ അടുത്ത് കയറി വരണം. ഈ കൂട്ടത്തിൻ്റെ അകത്ത് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കിന് ആത്മസാന്നിധ്യം ഇറങ്ങുമ്പോൾ എല്ലാവരും ആരാധിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാറുണ്ട്. ഒരാൾ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ബഹളം കേട്ടാൽ അറിയാതെ നമ്മുടെ കണ്ണ് തുറന്നു പോകും. അടുത്തിരിക്കുന്നവരെ നോക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ ലിറ്ററലി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ പോകും. അത് ആ സമയത്ത് ആളുകളിലേക്ക് ചലിക്കുന്ന കാണുമ്പോഴത്തേക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധ പോയി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോകും. പക്ഷേ ഇവിടെ വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ വരികയാണ്. നിൻ്റെ കോൺസെൻട്രേഷൻ കർത്താവിങ്കിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആകുന്ന, ഇറങ്ങി വരുന്നതൊന്നും നിനക്ക് നഷ്ടപ്പെടാതിരിക്കുന്ന, ഇറങ്ങി വരുന്നത് മുഴുവനും നിൻ്റെ ദേഹത്ത് പതിക്കുന്ന, അത് ശബ്ദമാണെങ്കിലും തേജസ്സാണെങ്കിലും മഹത്വമാണെങ്കിലും നിനക്ക് വ്യക്തിപരമായിട്ട് അത് പതിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇൻവിറ്റേഷൻ സഭയുടെ നടുവിലേക്ക് കർത്താവ് തമ്പുരാൻ തുറക്കുകയാണ്. വ്യക്തിപരമായൊരു ഇൻവിറ്റേഷൻ പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവായ ദൈവം ഇതിനകത്തിരിക്കുന്ന സഹോദരിമാരുടെ മേൽ, സുവിശേഷ വേലക്കാരുടെ മേൽ, കർത്തൃഭക്തന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. എനിക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മപ്രേരണ കിട്ടുന്നു. 2023 ഉപയോഗിക്കപ്പെട്ടതുപോലെ അല്ല, 2024 ഈ ഏപ്രിൽ മാസം കഴിയുമ്പോൾ നീ പുറത്തു വരാൻ പോകുന്നത് വ്യക്തിപരമായ ഏതോ പതിപ്പീരുകൾ നിങ്ങളിൽ ചിലരുടെ ശരീരത്തിൽ പതിപ്പിച്ചിട്ട് ഇതുവരെ നിങ്ങളെ കണ്ടവർക്കെല്ലാം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ഒരു പുതിയ തലത്തിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് പകൽ എടുക്കുമെന്നുള്ള പ്രവചന ശബ്ദത്തോട് പ്രതികരിക്കാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കൈതട്ടിയോ വാ തുറന്നോ ശബ്ദമുണ്ടാക്കിയോ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ, കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. റാംസെ കേൽമാനിയാന്തര ജാല റബത്തര വൈഡമന ഹസ്തന ധാരബന്ധരാധര അൽമന ധാരബത്തര ചലസ്മനാധരം ജലം ധരേദിയാര. ഇതുവരെ നിന്റെ ലൈഫിൽ എത്രയോ വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നു, എത്രയോ വർഷങ്ങളായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പക്ഷെ ഇതുവരെ കിട്ടാത്തൊരു ഇൻവിറ്റേഷൻ ഇതാ നിന്റെ പ്രെയർ റൂമിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. സ്വർഗം മൊത്തത്തിൽ ഇറങ്ങി നിന്റെ റൂമിലോട്ട് വരുന്നത്. നീ സ്വർഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ദൂതന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ദൈവമഹത്വത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നീ കേട്ടത് മുഴുവനും അക്ഷരീകമായി അത് വെളിപ്പെട്ടു വരുന്ന ഒരു പ്ലാറ്റ്ഫോം ചിലരുടെ റൂമിൽ തുറക്കുമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് വേണ്ടി പറയുന്ന ദൂതാണെന്ന് ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ശക്തിയോടെ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹർബലാദരം ജാലബന്ധര ധീരബച്ചല വൈഡമാന ഹസ്തനാദരം ജാലബന്ധരാദിയാര അടക്കര ചലസ്മനാദരം ജലം ധരാദിയാര വൈഡബ സദ്ധര ജാല റബദ്ധരേ ധാരബന്ധരാദര. വിട്ടുകളയാൻ ഒന്നുമില്ല, വിട്ടുകളയാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ആത്മാവിൽ സ്വീകരിക്കുന്നവർ എഴുന്നേൽക്കണോ, ആത്മാവിൽ സ്വീകരിക്കുന്നവർ എഴുന്നേൽക്കണോ. വ്യക്തമായി ചില പ്രവചന ശബ്ദങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൈമാറുകയാണ്. നിന്റെ മുറി തപ്പി ഒരു മഹത്വം ഇറങ്ങുന്ന മണിക്കൂറുകളാണ്. ചർച്ചിനകത്ത് നീ കണ്ടു, ചർച്ചിനകത്ത് നീ ആ മഹത്വത്തെ അനുഭവിച്ചു. എന്നാൽ അതിനേക്കാളും ഒരു എക്സ്ട്രീം ലെവൽ മഹത്വം നിന്റെ മുറിക്കകത്തോട്ട് ഇറങ്ങി വരാൻ പോകുകയാ, നിന്റെ വീടിനകത്തോട്ട് ഇറങ്ങി വരാൻ പോകുകയാ. എന്തോ വ്യക്തിപരമായി നിന്നോട് അറിയിക്കാൻ നിന്റെ മുറിക്കകത്തേക്ക് ഒരു അസാധാരണ മഹത്വം ഇറങ്ങി വരികയോ. ഇൻവിറ്റേഷനോട് പ്രതികരിക്കാൻ പറ്റുന്നവർ പ്രതികരിച്ചോണോ. ഇത് രഞ്ജിത്തിന്റെ ഇൻവിറ്റേഷൻ അല്ല. ഇറ്റ്സ് കം ഫ്രം ഹെവൻ, ഇറ്റ്സ് കം ഫ്രം ഫാദർ ലോർഡ് ജീസസ്. കർത്താവായ ദൈവത്തിങ്കൽ നിന്ന് വരുന്ന ഒരു ഇൻവിറ്റേഷൻ ആണ്. പിതാവ് വിളിക്കുന്നു ചിലരെ, പുത്രൻ വിളിക്കുന്നു ചിലരെ. ഈ പട്ടണത്തിൽ ഒരുത്തരും ഉണ്ടാക്കാത്ത ചരിത്രം നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിന്നിലൂടെ ഉണ്ടാക്കാൻ ഒരു ഇൻവിറ്റേഷൻ ഇന്ന് പകൽ എന്റെ ദൈവം അയക്കുകയോ. ശബല ഹദര ജബല റബല ധരബ റബല ധരമന അർമന ധാരബ റബ്ധര ജാലബന്ധരാധര. അന്യഭാഷ ശീലിച്ചവർ അന്യഭാഷകളിൽ, പറയാൻ ലജ്ജയില്ലാത്തവർ അന്യഭാഷകളിൽ, മടുപ്പില്ലാത്തവർ അന്യഭാഷകളിൽ. തുറക്കുക, പ്രതലം തുറന്നു വരികയാ, ആ പ്രതലം തുറന്നു വരികയാ. പ്രസംഗിക്കുന്നത് സീനായി ആണെങ്കിൽ ബേഥേലിനകത്ത് ഇന്ന് സീനായി ഇറങ്ങി വരികയാ. സീനായി മലയുടെ മുകളിൽ കാണാൻ പറ്റാതെ വണ്ണോ ഒരു മേഘം വന്ന് ഇറങ്ങി നിൽക്കുന്നത് പോലെ ചർച്ചിനകത്തേക്ക് ഒരു മേഘം വന്ന് ഇറങ്ങി നിൽക്കുകയാ. ഇന്ന് പകൽ നിനക്ക് ദേഹത്ത് തൊട്ടറിയാൻ പാകത്തിൽ ഒരു മേഘം നിന്നെ മൂടുന്ന മണിക്കൂറുകളാ, നിന്നെ മാത്രം മൂടുന്ന മണിക്കൂറുകളാ. കമാൻഡ് സർ, ശക്തിയോടെ പ്രതികരിക്കട്ടെ.
ശാരാബാല ഹന്ദരാബാല ഹസ്തരാധര അൽബരാധരം ജാലബന്ധര ധീരബച്ചലം ബരാധരം ജാലബന്ധര വൈഡമാന ഹസ്തനാധരം അൽക്കത്താരിയാന്ധരം ജാലബന്ധരാദി വൈഡബ സത്തരാധിയാര അൽക്കമന്ധരാധരം ജാലബന്ധരാധിയാര മഹത്വം ചിലരെ തൊടുന്നു. ചിലതിൻ്റെ തലയുടെ മീതെ വന്നിറങ്ങുന്നു. ഈ പകൽ നീ വെറുതെ പോകത്തില്ല. ഈ പകൽ നീ ദൈവഹൃദയവുമായിട്ടേ പോകത്തുള്ളൂ. ഇരിക്കാൻ പറ്റാതെ വണ്ണമുള്ളൊരു മഹത്വം ഇന്ന് രാവിലെ തന്നെ ചിലതിന്റെ ദേഹത്ത് വ്യാപരിക്കാൻ തുടങ്ങി കഴിഞ്ഞു. യേശുവിൻ നാമത്തിൽ ഞാൻ മഹത്വത്തിനകത്ത് നിൽക്കുന്നത് എനിക്ക് ബോധ്യമാകുന്നു. ആത്മാവ് കാണിച്ച വെളിപ്പാടുകളിലേക്ക് ഇന്ന് പകൽ നമ്മെ ഒരുമിച്ച് കൊണ്ടുപോകൂ. അനുഭവിക്കുന്നവർ ആരെ നോക്കരുത്, ശക്തിയോടെ സ്വീകരിക്കുക. തോടട്ടെ 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 മഹത്വം 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 തോടട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ആ പകർച്ച ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നു. വ്യക്തിപരമായ ഒരു ഇൻവിറ്റേഷൻ ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു, നിന്റെ റൂമിനകത്ത് ഇന്ന് രാത്രി മുതൽ ദൈവമഹത്വത്തിന്റെ രാത്രിയായി മാറാൻ പോകുകയാ. തനിച്ചുള്ള സംസർഗങ്ങൾ അല്ല, ദൈവത്തിന്റെ സംസർഗങ്ങൾ നീ കേൾക്കാൻ പോകുകയാ. ദൂതന്മാരുടെ ഇടപാടുകൾ അനുഭവിക്കാൻ പോകുകയാ. കനമുള്ളത് എന്തോ ദേഹത്ത് വന്നിറങ്ങുന്നത് പോലെ ആ ലിറ്ററലി അത് അനുഭവിക്കുന്ന ആത്മലോകം ഈ രാവിലെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. Jalaba, Rabada, Jalabada, Hadada, Jalabada, Hatada, Lepraba, Setara, Jala, Rabata, Rabatiri, Leptakada, Jalas, Mana, Sete, Letekeri, Halabada, Hastana, Jana, Ramantara, Jalabasi, Anteredi, Waidama, Satara, Jala, Rabaturi, Waidaba, Satara, Diara, Smana, Sentara, Adam, Jalabantara, Alkamandara, Jalaptara, Chalasmanadaram, Jalam Teredi, Leptakala, Batuchala, Batara, Chalasmanadaram, Jalam Teredi, Lateri, Waidaba, Shamdara, Chalas, Mana, Seteri, Lebrakasmi, Antara, Smana, Setara, Diara, Letudi, Jalasmani, Antara, Ni Pangara Bisia, Pangara Bisi, schedule in the Oduga, Pangara Bisia in the Kudumajudo, Pangara Bisia in the business, Pangara Bisi, schedule in the Oduga, Kartavin in the Tanichigitanilla, Kartavin in the Tanichigitanilla, Kartavin in the Tanichigitanilla. ഇത് ഒരു ഇൻവിറ്റേഷൻ വരുന്നു. എല്ലാം വിട്ട് നീയുമായിട്ട് മാത്രമുള്ള ഒരു സംസർഗത്തിലേക്ക് ഒരു ഇൻവിറ്റേഷൻ വരികയാ. എല്ലാ ഷെഡ്യൂളുകളും മാറ്റിവെച്ച് നിന്നോട് മാത്രം വ്യക്തിപരമായി എന്തൊക്കെയോ സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഇതിന്റെ നടുവിലിറങ്ങുന്നു. ആമേൻ. ധാരാളം സമയങ്ങളിൽ കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. ധാരാളം സമയം പ്രാർത്ഥിക്കും. മുറിക്കാത്തൊരു അവസരം കിട്ടിയാൽ ഒരുപാട് തനിച്ചാണെങ്കിൽ കുറേ അധികം സമയം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും. പക്ഷെങ്കിൽ പലപ്പോഴും അതൊരു പിള്ളേർ, ഭാര്യ, വേണ്ടപ്പെട്ടവർ, എപ്പോഴും വരുന്ന ഫോൺ കോളുകൾ, ചർച്ചിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇന്നയാൾക്ക് വയ്യ, ഇന്നയാൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, പല സമയങ്ങളിൽ ആ ഇറങ്ങി വരുന്ന ആ പ്രസൻസിൻ്റെ മൂമെൻറ്റ്സിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യുന്നു, ഒരു ശല്യപ്പെടുത്തുന്നത് പോലെ. അതൊരു വ്യക്തി പറയുന്നതിൽ തെറ്റിദ്ധരിക്കില്ല, അതൊരു ശല്യം, ആളുകൾ ശല്യമാണെന്നുള്ളതല്ല, ആ പ്രസൻസ് ബ്രേക്കായി പോകും. മനസ്സിലോ? അതിന് ചെയ്യുന്ന ഒരു കാര്യം, വീട് വിട്ട് എവിടെയെങ്കിലും പോകും, രക്തം എടുക്കട്ടെ. ഒന്നെങ്കിൽ ആളുകൾ ഒന്നും പറയാതെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തോ. കഴിഞ്ഞ ദിവസം പോയായിരുന്നു, ജപമലയിൽ പോയായിരുന്നു. അവിടെ പോയി കുറേ നേരം ഇരുന്ന്, ഒരു ശല്യമില്ലായിരുന്നു, ഒരു കോളും എടുക്കാതെ അതിൻ്റെ അത് വരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 10-24 മണിക്കൂർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസൻസിനകത്ത് നിൽക്കുമ്പോഴത്തേക്കിന് പറയുന്നതെല്ലാം നടക്കും. അവിടെ ഞാൻ ആ മലയുടെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് ഞാൻ അടയാളം ചോദിച്ചു. ഭയങ്കരമായിട്ട് കാർമേഘം വന്നിറങ്ങി നിൽക്കുക മലയുടെ മുകളിൽ. കർത്താവ് വേറൊരു സഹോദരനോടെ ഉണ്ട്. കർത്താവിനോട് ഞാൻ എൻ്റെ അടയാളം ചോദിച്ചു, കർത്താവേ എനിക്കൊരു അടയാളം തരണം, ഈ കാർമേഘം മാറിയിട്ട് തെളിഞ്ഞ ഒരു ആകാശം ഒന്ന് കാണിക്കാവോ? പ്രൈസ് ദി ലോർഡ്.
എൻ്റെ കൂടെ നിന്നയാൾ അവിടെ ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് ചോദിച്ചു, നടക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഏലിയാവ് ചോദിച്ചതല്ലേ, നമുക്കും ചോദിക്കാം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു ഈ ഇതിൻ്റെ അവിടെ നിന്ന്, അതായത് മലയുടെ മുകളിൽ നിന്ന് അങ്ങ് മേഘം, ഈ കാർമേഘം അങ്ങ് പൊങ്ങിയിട്ട് തെളിഞ്ഞ മേഘം അങ്ങ് വന്നു. ഞാൻ തെളിഞ്ഞ മേഘം മാത്രമേ ചോദിച്ചുള്ളൂ, അതിൻ്റെ ഇടയിൽ ഒരു സ്വർണ്ണമേഘവും കൂടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതൊരു പാറയും പുല്ലും ഒക്കെ ഉള്ളതായതുകൊണ്ട്, അല്ല അവിടെ വീണ് കിടന്നുരുണ്ടേനെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇച്ചിരി മിനിറ്റ് ഞങ്ങൾ അതുവഴി ഓടി നടന്ന് അന്യഭാഷയെ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രാർത്ഥനകളോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഇപ്പം നോക്കിക്കോണം, മേഘം താഴും, അന്നേരം നമുക്ക് തിരിച്ചു പോകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൈ ഉയർത്തിട്ട് ഒറ്റ പറച്ചില്ല, കർത്താവേ ആ മേഘം ഒന്ന്, കാർമേഘം വന്ന് സാധാരണ മേഘത്തെ ഒന്ന് മൂടാൻ പറഞ്ഞു. അതൊരു ഇച്ചിരി സമയം എടുത്തു കേട്ടോ, ഒരു 10 മിനിറ്റ് എടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റേത് പെട്ടെന്ന് നടന്നായിരുന്നു, പക്ഷേ ഇതൊരു 10 മിനിറ്റ് അടുത്ത് എഴുതുക. മേഘം താന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ പുള്ളിയോട് പറഞ്ഞു പോയേക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടക്കുമല്ലേ? ഒരു സ്തോത്രം പറയാമോ? സാന്നിധ്യത്തിനകത്ത് പറയുന്നതെല്ലാം നടക്കും. ദൈവമഹത്വം ഭയങ്കരമായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു പോർഷനിലേക്ക് തമ്പുരാൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക. ഇത് പറയാൻ, ഇത് തൊടാനായിട്ട് ഞാൻ വന്നതല്ല, പക്ഷെ കർത്താവ് എന്നെ നിർബന്ധിക്കുന്നു. ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ അകത്ത് പറ്റുന്ന സമയം മുറി അടച്ചിട്ട് തനിച്ച് കർത്താവിൻ്റെ പേഴ്സണൽ ഇൻവിറ്റേഷൻ കിട്ടിയവർ പ്രാർത്ഥിക്കാൻ റെഡി ആയിക്കോ. സിനായ് പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങിയതുപോലെ നിന്റെ റൂമിനകത്ത് കർത്താവ് ഇറങ്ങും. ഇൻവിറ്റേഷൻ കർത്താവിൻ്റെതാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ വെളിപ്പെട്ട് വന്നിരിക്കും. ഉറപ്പായിട്ടും വെളിപ്പെട്ട് വന്നിരിക്കും. ദൈവഹൃദയത്തിൻ്റെ കൈമാറ്റം നടക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് സിനായ്. അവിടേക്ക് കയറി ചെല്ലുകയാണ്. ഇവിടെ ഒരു ടാസ്ക്കായത്, ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് സിനായ് എന്ന് പറയുന്നത്. കാര്യം അവിടുത്തെ ഈ മരുഭൂമിയിലുള്ളതിനേക്കാളും കട്ടിയുള്ളതും വിഷമുള്ളതുമായ ധാരാളം സാധനങ്ങൾ ഈ മലയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടുള്ളവരാണ്, അപ്പോൾ അതറിയാം. ഷാജിമോൻ പാസ്റ്റർ, ഞങ്ങൾ 3-4 പേര് കൂടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന ഇടയ്ക്ക് ഈ മലയുടെ മുകളിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് ഒരു ടാസ്ക് വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ സറൗണ്ടിനെ മുഴുവനും പിടിച്ച് പ്രാർത്ഥിക്കാം. ആ സറൗണ്ടിനെ മുഴുവനും വ്യാപരിക്കുന്ന ശക്തിയെ വെട്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇച്ചിരി മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ അന്യഭാഷ മാത്രമേ ഉള്ളൂ, തമ്മിൽ സംസാരമൊന്നുമില്ല. കാര്യം അത്ര പ്രസൻസ് അങ്ങ് മൂവ് ചെയ്യുക. അതുകൊണ്ട് ഈ താഴെ ഇച്ചിരി ടാസ്ക് ആണെങ്കിലും മുകളിലോട്ട് കയറുമ്പോഴത്തേക്കിന് പിന്നെ ഭയങ്കര റേഞ്ചാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇദ്ദേഹത്തെ വിളിച്ച് മുകളിലോട്ട് കയറുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം, സീനായിയുടെ ഏറ്റവും മുകൾ ഭാഗം കാണാമായിരിക്കാം. പക്ഷേ മോശ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സീനായിയുടെ മുകൾ ഭാഗം ജനത്തിന് കാണാൻ പറ്റത്തില്ല. അവിടെ വന്നൊരു മേഘം അങ്ങ് മൂടി നിൽക്കുക. ഒരു സ്തോത്രം പറയാമോ? ആ മേഘം അങ്ങ് ഇറങ്ങി നിൽക്കുന്നത് ആ ഭക്തനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ലോകത്തിൽ ആരും ഇനി അവനെ കാണണ്ട. 40 ദിവസത്തേക്ക് തൻ്റെ മഹത്വത്തിനകത്ത് ദൈവം അവനെ മറച്ചു. ഒരു വാക്ക്, ഒരു പ്രവചന വാക്ക് പരിശുദ്ധാത്മാവിൽ കൈമാറുക. അടുത്ത 21 തീരുന്നിടം വരെ ഒരു മഹത്വത്തിൻ്റെ മേഘം നമ്മെ മറയ്ക്കും. വിശ്വസിക്കുന്നവരതിനെ കൈയടിച്ചൊന്ന് ക്ലെയിം ചെയ്തേ. മഹത്വത്തിൻ്റെ ഒരു മേഘം നമ്മളെ മറയ്ക്കും. യാതൊന്നിനും നമ്മളെ കാണാൻ പറ്റാതെ വണ്ണം, തൊടാൻ പറ്റാതെ വണ്ണം, കയറി വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ വണ്ണം ഒരു മഹത്വത്തിൻ്റെ മേഘം സഭയെ മൂടുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശക്തമായി കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുത്തേ. ശക്തമായി കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുത്തേ. കയറി വരുന്നിടം വരെ മോശെ നിന്റെ സമയമായിരുന്നു, ഇനി മുതൽ അങ്ങോട്ട് എൻ്റെ സമയമാണ്, ഇനി മുതൽ അങ്ങോട്ട് എൻ്റെ സമയമാണ്. താഴെ നീ കേട്ടത് പുരോഹിതന്മാരുടെ ശബ്ദം, താഴെ നീ കേട്ടത് മനുഷ്യരുടെ ശബ്ദം, താഴെ നീ കേട്ടത് നിന്നോട് എതിർക്കുന്ന പിറുപിറുപ്പുകാരുടെ ശബ്ദം, താഴെ നീ കേട്ടത് മനസ്സ് മടുപ്പിക്കുന്ന ശബ്ദം, താഴെ നീ കേട്ടത് നിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നവരുടെ ശബ്ദം, താഴെ നീ കേട്ടത് നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ശബ്ദം. എന്നാൽ അതിനെ മുഴുവനും പൊട്ടിക്കുന്ന ഒരു ശബ്ദം ഇതാ മുകളിൽ പുറപ്പെടാൻ പോകുകയാ. എത്ര പേർക്ക് കേൾക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും?
ശാലബാര ധാരജാല ബന്ധരാധര അൽബരാധരം ജാലബന്ധരാധരാധിയാര. ഒരു ദൈവഭക്തന്റെ ഹൃദയത്തിൻ്റെ അകത്ത് മുറിവുണ്ടാകുമ്പോൾ അത് ലോകത്തിൽ ആർക്കും അറിയത്തില്ലെങ്കിലോ തമ്പുരാൻ അതറിയാ. ആ മുറിവിനെ ഉണക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാ. അതൊരു മാനുഷിക ശബ്ദം കൊണ്ടല്ല. അവൻ നേരിട്ട് സംസാരിക്കാൻ ഇറങ്ങി വരൂ. നിന്റെ മുറിവുകളെ കേട്ടാൻ അവന്റെ ശബ്ദവുമായി അവൻ ഇറങ്ങി വരികയാ. ജല വൈഡമന അസ്തനാധര ജാലബന്ധരാധര അൽക്കത്താരിയാന്ധര വൈഡബ സദ്ധരാധിയാര അൽമനാധാരബന്ധരാധിയാര. ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാ. ഒരു പ്രവാചക ശബ്ദത്തെക്കാൾ അപ്പുറമായി ഏതെങ്കിലും ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അധികാര ശബ്ദത്തെക്കാൾ അപ്പുറമായി ലിറ്ററലി ദൈവം ഇറങ്ങി നിന്ന് സംസാരിക്കുന്ന ചില ശബ്ദങ്ങൾക്ക് ഇന്ന് പകൽ തുറക്കപ്പെടുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞു അതിനെ സ്വീകരിക്കാം? കൈ ഒന്ന് ഉയർത്തി നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചേ. അകത്ത് വിഷമം ഉണ്ടെങ്കിലും പുറത്ത് ചിരിക്കുന്നവരാ ഞങ്ങള്. ലോകത്തിലെ ഒരു പ്രവാചകരും ചിലപ്പോൾ പിടുത്തം കിട്ടത്തില്ല വിഷമം. അവരെ ഇതാക്കി പറയല്ല. ചിലർ നന്നായിട്ട് തൂതെടുക്കും, പക്ഷെ ആ മുറിവെടുക്കത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. ഞാനും പ്രവചിക്കും, പക്ഷെ പിടുത്തം കിട്ടാറില്ല ചിലരുടെ മുറിവുകൾ. ശക്തിയോടെ ഹാല്യ പറ. ഈ മുറിവുമായിട്ട് നാം നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നത് പൊട്ടിക്കും. ഇന്ന് പറയുന്നത് ഭൗതിക തലത്തെ നോക്കിയല്ല, നിന്റെ സ്പിരിച്വൽ റിതത്തിനകത്ത് നിനക്ക് പിക്ക് ചെയ്യാൻ പറ്റാതെ വണ്ണോ ഏൽക്കപ്പെട്ട ചില മുറിവുകൾ ഇന്ന് രാവിലെ ദൈവശബ്ദം ഇറങ്ങി വന്ന് അതിനെ പൊളിക്കാൻ പോകുകയാ. Come on. വിശ്വസിച്ച് സ്വീകരിക്കുക. വേണ്ടവരുണ്ട് ഇതിനകത്ത്. ധാരാളം ആളുകളുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചിലരുടെ നേരെ വിരൽ ചൂണ്ടി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ദൈവത്തിൻ്റെ ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ എനിക്ക് കർത്താവ് തന്ന ആത്മിക അധികാരത്തിലും വചന വെളിപ്പാടിലും ഞാൻ പറയുന്നു, മുറിവേൽക്കപ്പെട്ടവനായി നീ തുടരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകലത് പരിഹരിക്കുവാൻ ഒരു ശബ്ദവുമായി ദൈവം ഇറങ്ങി വരികയാ. നീ തളർന്നാൽ ജനം തളരോ? നീ മനസ്സുമടിച്ചാൽ ജനം മനസ്സുമടിക്കോ? നിന്റെ കാലിറങ്ങിയാൽ ജനത്തിന്റെ കാലിടറോ? അതുകൊണ്ട് മോശേ, നീ തളരാൻ ഞാൻ അനുവദിക്കത്തില്ല. കൈതട്ടി ദൈവത്തെ ആരാധിക്കുക. ലബ്രബാധരം ജാലബന്ധരാധര വൈഡമാന ഹസ്തനാധരം ജാലബന്ധരാധര അൽമനാധരം ജാലസ്മാനിയാന്ധര. എനിക്ക് പിടുത്തം കിട്ടാതെ കിടക്കുന്ന വേദപുസ്തകത്തിലെ ഒരു വിഷയം ഞാൻ പറയാ. മോശയോടൊരു പ്രവാചകൻ പ്രവചിച്ചിട്ടില്ല, ഏലിയാവോടൊരു പ്രവാചകൻ പ്രവചിച്ചിട്ടില്ല. നോക്കുക, ഇവരിൽ പലരും ഉപയോഗിക്കപ്പെട്ട പലരോടും ഒരു പ്രവാചക ശബ്ദം വന്ന് അവരെ തിരുത്തുകയോ അവർക്കുള്ള അടുത്ത ഗൈഡൻസ് പറഞ്ഞു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാം ദൈവം നേരിട്ടവന്ന് പറയുന്നത്. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, ഹൈ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് ദൈവം ചിലതിനെ വലിച്ചു കയറ്റുകയാണ്. വേണ്ടവർ വെറുതെ ഇരിക്കരുത്. ശക്തിയോടെ ദൈവത്തോട് പ്രതികരിക്കുക. ആ ഡോറ് തുറക്കുക. ഇവിടെ ആ ഡോറ് ബദേലി തുറക്കുകയാ. നമ്മുടെ ഫാസ്റ്റിംഗിന്റെ 3-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസം തമ്പുരാൻ അതിനെ തുറക്കുകയാ. അത് കാണുന്നവർ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചോണോ. നിന്റെ മുറി തപ്പി ഒരു മനുഷ്യൻ ഇറങ്ങുന്നത് പോലെ ദൈവം ഇറങ്ങി നിൽക്കുന്ന മണിക്കൂറുകൾ.
Takala barakasi anterebi lepchakara satharadara lebrabadaram jalabandhara vaidamana അർക്കനാഥരം ജാലസ്മാനിയാന്ധര തുറക്കപ്പെടുന്നുണ്ട് കേട്ടോ, അത് തുറക്കപ്പെടുന്നുണ്ട്. ഒന്നാത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ഒന്നാത്മാവിൽ ആ ദൂതിനോടൊന്ന് പ്രതികരിച്ച് പ്രാർത്ഥിച്ചേ. പറ്റുന്നവരെല്ലാം പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു പ്രസംഗം പറഞ്ഞു തീർക്കാനല്ല സ്റ്റേജിൽ നിൽക്കുന്നത്. ആത്മാവിൽ എന്തൊക്കെയോ ഡോറുകൾ ഓപ്പൺ ചെയ്യുകയാ. ഇതുവരെ തുറക്കപ്പെടാതെ, ഇതുവരെ പിടുത്തം കിട്ടാതെ അടഞ്ഞു കിടന്ന ഡോറുകൾ തമ്പുരാൻ ഇന്ന് രാവിലെ തുറക്കുകയാ, ഇന്ന് രാവിലെ തുറക്കുകയാ. നീ ഫോക്കസ് ചെയ്താൽ അത് തുറക്കപ്പെടും. ഈ ഇൻവിറ്റേഷൻ ഒരു സാധാരണ ഇൻവിറ്റേഷൻ അല്ല. ഈ ഇൻവിറ്റേഷന്റെ പിറകിൽ ഇതുവരെ തുറക്കാത്തതെല്ലാം തുറക്കോ, ഇതുവരെ തുറക്കാത്തതെല്ലാം തുറക്കോ. ചർച്ചിനകത്ത് അത് തുറക്കോ. ലോകവ്യാപകമായി ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ മുറിക്കകത്ത് അത് തുറക്കോ. ഇത് ബേഥേലിന് വേണ്ടി മാത്രമുള്ള ദൂതല്ല. ഇതുവരെ തുറക്കപ്പെടാതെ കിടക്കുന്ന എല്ലാ ഡോറുകളും ഇന്ന് പകൽ തുറക്കപ്പെടുകയാ. വിശ്വസിക്കുന്നവർ അന്യഭാഷകളിൽ ജാല ജാല രാധ ലബരബ ശംധരാജല വൈഡമാന ഹസ്തനാദരം ജാലബന്ധര അർമനാദരം ജാലസ്മാന സെത്തെ റെബെകെസി ലെറ്റക്കസ്മാനിയാന്ധര ലെബ്രകസ്ബിയാന്ധരാധര. ചിന്തകൾ വരുന്ന ഹൃദയത്തില, ആലോചനകൾ വരുന്നത് ഹൃദയത്തില, ഏതെങ്കിലും നിരൂപണങ്ങൾ വരുന്നത് ഹൃദയത്തില. അങ്ങനെയാണെങ്കിൽ ദൈവഹൃദയം കൈമാറിയാൽ, ദൈവഹൃദയം കൈമാറിയാൽ, ദൈവഹൃദയം കൈമാറിയാൽ പിന്നെ നിനക്ക് വേറൊന്നിന്റെ ആവശ്യം വരത്തില്ല. ഒന്നുകൂടി ഞാൻ പറയാ, ചിന്ത വരുന്നതും നിരൂപണം വരുന്നതും ആലോചന വരുന്നതും ഹൃദയത്തിൽ നിന്നാണെങ്കിൽ ദൈവഹൃദയം നിന്റെ ഹൃദയത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറൊന്നിന്റെ ആവശ്യം വരത്തില്ല. അങ്ങനത്തെ ഒരു ഡോർ ഇന്ന് രാവിലെ തുറക്കപ്പെടുന്നു. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. നന്നായിട്ടൊരു ഹാലേലൂയ പറ. മുകളിൽ ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് മെയിൻലി മറിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. പക്ഷെ നോക്കുക, ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയേക്കുന്നത്. മുകളിൽ ചെന്നു, മുകളിൽ ചെന്നപ്പോഴത്തേക്കിന് ദൈവം വെയിറ്റ് ചെയ്യുക. വ്യക്തം ചെയ്യോ? അങ്ങനത്തെ ഒരു എക്സ്ട്രീം എൻകൗണ്ടറിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുക. ആമേൻ പറ. നമുക്കെല്ലാം തമ്പുരാൻ അത് തുറക്കട്ടെ. സമയം പോകുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരാത്മലോകം. രക്തം ജയം. വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തതായ ഒരാത്മലോകം. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതായ ഒരാത്മലോകം. വിശപ്പ് മറന്നു പോകുന്ന, ഉറങ്ങാൻ മറന്നു പോകുന്ന, സൂര്യൻ ഉദിച്ചാലും ഉദിച്ചില്ലേലും അസ്തമിച്ചാലും ബാധിക്കാത്തൊരാത്മലോകം. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? ഇതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴത്തേക്കിന് അത് നടക്കുന്നുണ്ടോ എന്ന് പോലും അദ്ദേഹം അറിയുന്നില്ല. കാര്യം മേഘം വന്ന് മൂടി നിൽക്കുക. അപ്പം അങ്ങനത്തെ ഒരു ആത്മലോകത്തെ പരിശുദ്ധാത്മാവ് തുറക്കാൻ ആഗ്രഹിക്കുന്നു. മുകളിലോട്ട് കയറി ചെന്നു. ചിലത് എഴുതി കാണിച്ചു, ചിലത് വരച്ച് കാണിച്ചു. എഴുതി വരച്ചും കാണിച്ചത് മറന്നു പോകാതിരിക്കാൻ അത് ഇമ്പാർട്ട് ചെയ്ത് കൊടുത്തു. ആമേൻ. ഇച്ചിരി പ്രായമായതുകൊണ്ട് പാസ്റ്ററുകളുടെ ഓർമ്മ പോലും സത്യം പറഞ്ഞാൽ എനിക്കില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാസ്റ്ററുകൾ ചില കാര്യങ്ങൾ പ്രസംഗിക്കുന്ന കാണുമ്പോഴത്തേക്കിന് പഴയ കാര്യങ്ങളെല്ലാം അത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നത് അത് ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ്. എനിക്ക് 45 ആയിട്ടുള്ളൂ, പക്ഷേ എല്ലാം ഓർമ്മയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കിക്കേ, ഈ മറന്നു പോകാതിരിക്കാൻ ചിലത് ഇമ്പാർട്ട് ചെയ്യുക. ശക്തിയോടെ ഹാല്യ പറ. ഇന്ന് മുതൽ ഇവിടെ കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. കാര്യം ഇനി പറയപ്പെടാൻ പോകുന്നത്, ഇന്ന് മുതൽ അങ്ങോട്ട് മുമ്പോട്ട് പറയപ്പെടാൻ പോകുന്നതെല്ലാം ദൈവഹൃദയത്തിൻ്റെ ഇടപാടുകളായിരിക്കും. നീ ഇനി സഞ്ചരിക്കാൻ പോകുന്നത് സാധാരണ ഒരു കാഴ്ച കണ്ടുകൊണ്ടായിരിക്കത്തില്ല, ദൈവിക ഇടപാടുകളുടെ അകത്തൂടിയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പം ദൈവം എഴുതി കാണിക്കുക. മുകളിലോട്ട് വിളിച്ചിട്ട് ദൈവം എഴുതി കാണിക്കുന്നു. ആദ്യമായിട്ടാണ് ദൈവത്തിൻ്റെ വിരല് കാണുന്നത്. ശക്തിയോടെ ഹാല്യ പറ. കൈ ഇറങ്ങി നിപ്പുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ചിലർ കൈ കണ്ടു, ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ കൈ കാണുന്നു. ചിലർ ആ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കിന് കാണാൻ വേണ്ടിയുള്ള ആവേശത്തിൽ എന്ത് ചെയ്യുന്നു?
ആരാധിക്കുന്നു. വിരൽ ചിലർ കണ്ടിട്ടില്ല. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുണ്ടെന്ന് പറയുന്നു. ചിലർ കണ്ടിട്ടില്ല, ചിലർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പം പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യും. വിരൽ, ദൈവം വിരലുമായിട്ട് വന്ന് പാറയിൽ എഴുതുക. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിരലേന്ന് വന്ന റിഫ്ലക്ഷൻ അവൻ്റെ മുഖത്തടിച്ചു. ശക്തിയോടെ ഹാല്യ പറയാമോ? ആ വിരലേന്ന് വരുന്ന റിഫ്ലക്ഷൻ, വിരലേന്ന് വന്ന റിഫ്ലക്ഷൻ മുഖത്ത് അത്രയും തേജസ് ഉണ്ടാക്കിയെങ്കിൽ, മൊത്തത്തിൽ ഇങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ചിലർ ചോദിക്കുക, എന്താ ദൈവത്തിന് മുഖത്തുണ്ടാകും? അതുപോലെ ചിലർ ശോഭയുള്ളവരായി മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. കർത്താവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ സാന്നിധ്യത്തിൻ്റെ അകത്തിരുന്ന് എഴുതുന്നത് അവൻ കണ്ടു, വരയ്ക്കുന്നത് അവൻ കണ്ടു. വരച്ചത് സമാഗമന കൂടാരമാണ്. ദൈവം അതിൻ്റെ കോല്, അളവ് എല്ലാം പറഞ്ഞു കൊടുത്തു, വരച്ച് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് ഇമ്പാർട്ട് ചെയ്ത് കൊടുത്തു. 3 കാര്യങ്ങൾ പർവ്വതത്തിൻ്റെ മുകളിൽ സാന്നിധ്യത്തിലിരുന്നവന് കിട്ടിയെങ്കിൽ അടുത്ത 21 ദിവസങ്ങൾ നാം ഒരുമിച്ചിരിക്കുമ്പോൾ ഈ 3 വിശേഷ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ചിലത് തമ്പുരാൻ എഴുതി കാണിക്കും, ചിലത് തമ്പുരാൻ വരച്ച് കാണിക്കും, ചിലത് തമ്പുരാൻ ഇമ്പാർട്ട് ചെയ്യും. വിശ്വസിക്കുന്ന, സ്വീകരിക്കാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കൈ ഒന്ന് തട്ടി ശക്തിയോടെ അതിനൊന്ന് ക്ലെയിം ചെയ്തേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു, ജയം വ്യാപരിക്കുന്നു, ജയം വ്യാപരിക്കുന്നു, ജയം വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം അത് കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ മുതൽ നീ അത് കാണാൻ പോകുകയാ. ദാനിയേൽ അത് കണ്ടു. ദൈവത്തിൻ്റെ വിരൽ വന്ന് എഴുതുന്നത് ദാനിയേൽ കണ്ടു, ദാനിയേൽ വായിച്ചു. എന്നാൽ ഒരു ദാനിയേൽ കണ്ടെന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥനാ മനുഷ്യനാണ്. അവൻ ഗൂഢാർത്ഥ വ്യാഖ്യാനമുള്ളവനാണ്. ആർക്കും പിടുത്തം കിട്ടാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുള്ളവനാണ്. അതുകൊണ്ട് ദാനിയേലിനെ അങ്ങ് മാറ്റി നിർത്താം. പക്ഷെ ബേൽശസ്സറിനെ ഈ വിരൽ എങ്ങനെയാണ് മനസ്സിലായി? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബേൽശസ്സറിനെ പോലൊരു ജാതിയൻ ദൈവത്തിൻ്റെ വിരൽ കണ്ടെങ്കിൽ, ആമേൻ, തൻ്റെ പരിവാരങ്ങളോടുകൂടെ ഇരുന്ന് ആലയത്തിലെ വിശുദ്ധ പാത്രത്തിൽ വീഞ്ഞ് നുകരുന്ന ഒരു ജാതിയന്, അല്ലെങ്കിൽ ഒരു പൈശാചിക ലോകത്തെ ആരാധിക്കുന്നവൻ ദൈവത്തിൻ്റെ വിരൽ കണ്ടെങ്കിൽ, ഈ പുസ്തകം മാർവോട് ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ നാമം വിടാതെ പ്രാർത്ഥിക്കുന്ന നിനക്ക് എത്രയധികം ആ വിരലുകൾ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടി ഞാൻ ആ സെന്റൻസ് പറയാം. ഒരു വിജാതിയൻ്റെ മുമ്പിൽ ന്യായവിധിക്കാണെങ്കിലും ദൈവത്തിൻ്റെ വിരൽ വെളിപ്പെട്ടെങ്കിൽ, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ വിരലുകൾ ഇന്ന് പകൽ എഴുതുന്നത് വെളിപ്പെടുന്ന മണിക്കൂറുകളാണെന്ന് പറഞ്ഞാൽ, യേശുവിൻ നാമത്തിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ നന്നായി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ചിലരുടെ പ്രസംഗങ്ങൾ ഇനി ദൈവം എഴുതി കാണിക്കുന്നതായി മാറാൻ പോകുകയോ. കേട്ട് അതിനെ റിസീവ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ റിസീവ് ചെയ്തോണോ. നീ ഇനി സംസാരിക്കാൻ പോകുന്നത് ദൈവം എഴുതി കാണിക്കുന്ന സബ്ജക്റ്റുകളായിരിക്കോ. നീ ഇനി പ്രസംഗിക്കാൻ പോകുന്നത് ദൈവം വരച്ച് കാണിക്കുന്ന സബ്ജക്റ്റുകളായിരിക്കോ. ഇന്ന് രാത്രി ഇതൊരു കയ്യടി കിട്ടാൻ വേണ്ടി പറയുകയല്ല, പരിശുദ്ധാത്മ നിയോഗത്തിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ്. അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഈ രാവിലെ ഇതിനകത്ത് തുറക്കുന്നു. ശാലാബാര ഹന്താരാബാല ഹസ്തരാധരാധര അൽമനാദരം ജാലബന്ധരാധിയാര. പാസ്റ്ററെ, ഇതുവരെ ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല, ഇതുവരെ ഇങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടില്ല, ഇങ്ങനെ ആരും ഇതുവരെ വരച്ച് കാണിച്ചിട്ടില്ല എന്ന് നിന്നോട് ആളുകൾ പറയത്തക്ക നിലയിൽ നിന്റെ മുറിക്കകത്ത് ഇതുവരെ ആർക്കും എഴുതി കാണിക്കാത്തത്, ഇതുവരെ ആർക്കും വരച്ച് കാണിക്കാത്ത ചിലത് തുറക്കുമെന്ന് പറഞ്ഞാൽ ആ ദൂത് എനിക്കുള്ളതാണെന്ന് പറയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കൈയടിച്ച്
ശാലധാര ജാലഭാര ധാര ജാലബന്ധരേതി അർമനാധരം ജാലബന്ധര വൈഡമാന ഹസ്തനാധരം ജാലസ്മാനിയാന്ധര അൽക്കത്താരിയാന്ധരം ജാലബന്ധരാധിയാര വൈഡബ സത്തര ജാലബന്ധരാധിയാര. യേശുവിൻ നാമത്തിൽ ആ പകർച്ച ഇതിനകത്ത് മൂവ് ചെയ്യുന്നത് ആത്മാവിൽ തിരിച്ചറിയാവുന്നത് കൊണ്ട് ഞാൻ നിർബന്ധത്താൽ പറയുന്ന അന്യഭാഷകളിൽ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് കൈതട്ടി കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ആ ഡോർ ഇവിടെ തുറക്കപ്പെടുന്നു. ആ ഡോർ ഇവിടെ തുറക്കപ്പെടുന്നു. നീ ദൈവത്തിന്റെ വിരൽ എഴുതുന്നത് നീ കാണാൻ പോകുകയാ. അതിന് നിന്റെ കണ്ണിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിക്കുന്നു. നിന്റെ കാതിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിക്കുന്നു. ചിലത് കാണും, ചിലത് കേൾക്കൂ, ചിലത് ആത്മാവിൽ ഗ്രഹിക്കൂ. ആ ഒരു ഡോർ ഇന്ന് പകൽ തുറക്കപ്പെടുന്നു. കരമടിച്ചന്യ ഭാഷകളിൽ Bara jala raba kala bara thara rabtakala ramtakala shabtakala reptikalbara hastanadara jalabandharadara albattariyandaram jalasmaniyandara. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം 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 വ്യാപരിക്കുന്നു, ജയം വ്യാപരിക്കുന്നു. ഞങ്ങളെ ഒരു പ്രധാന സെന്റൻസ് പരിശുദ്ധാത്മാവ് ഇത് ധ്യാനിക്കുമ്പോൾ എന്നോട് പറഞ്ഞു. ആ പ്രധാന സെന്റൻസ് എന്നാണെന്നറിയാമോ? ഇവിടെ എല്ലാവരും തൊടുന്ന ഒരു കാര്യം ഇതാണ്. മെയിൻലി പർവ്വതത്തിന്റെ മുകളിൽ കയറുമ്പോൾ കൈവിരൽ കാണുന്നു, ദൈവം എഴുതി കാണിക്കുന്നു, വരച്ച് കാണിക്കുന്നു, ഇമ്പാക്ട് ചെയ്യുന്നു. പക്ഷെ മറ്റൊരു കാര്യം കൂടെ ദൈവം അവിടെ ചെയ്തു. എന്താണെന്നറിയാമോ? 20 ലക്ഷം പേരെ കലക്കാൻ സാധ്യതയുള്ള വിഗ്രഹാരാധന അകത്ത് വഹിക്കുന്ന 3000 എണ്ണത്തെ വെളിപ്പെടുത്തുവാൻ ആ പ്ലാറ്റ്ഫോമിനെ ദൈവം ഉപയോഗിക്കുകയാ. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷത്തെ കലക്കാൻ സാധ്യതയുള്ള 3000 എണ്ണത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു മാറാതെ മിസ്രൈം മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന വിഗ്രഹാരാധനയുണ്ട്. അത് മറഞ്ഞു കിടക്കുന്നത്. പക്ഷെ തമ്പുരാൻ പറയുന്നു, പർവ്വതത്തിന്റെ മുകളിൽ വെറുതെ വലിച്ചു കയറ്റിയതല്ല, ആ ആരാധന ഇനി തുടരാൻ ഞാൻ അനുവദിക്കത്തില്ല. അതിന്റെ അടിത്തറ ദൈവം പൊളിക്കും. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ചെങ്കടലിൽ കടന്നിട്ടു അത്ഭുതം കണ്ടിട്ടു, രഫദീം കണ്ടിട്ടു. നോക്കുക, പാറ പിളർന്നു വെള്ളം കുടിച്ചിട്ടോ, മുകളിൽ നിന്നും മന്ന തിന്നിട്ടോ, ദേഹത്തിൽ നിന്ന് മാറാതെ അന്യാരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മറഞ്ഞു കിടക്കുന്ന ശക്തിയെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ശഗദര ജലഗദര വൈഡബര ഹസ്തരാധര ജാലബന്ധരാധര. ആത്മാവിൽ പോരാടുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണം. ആത്മാവിൽ പോരാടുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണം. പാളയത്തിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന അവസരം വന്നാൽ, ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അന്യാരാധനയ്ക്ക് തിരികൊളുത്തി വിടാൻ പാകത്തിൽ അകത്ത് നിന്ന് അങ്ങനത്തെ ചില വിഗ്രഹ പ്രതിഷ്ഠകളെ, വിഗ്രഹാരാധനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലതിനെ നീക്കി കളയല്ല, നിഗ്രഹിച്ച് കളയുന്ന ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കുകയാ. കരം തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശാൽമന സത്തര ജാല റബത്തര വൈഡമന സത്തരാധരാധിയായ. യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ദൈവം അവരോട് ഇനി ഒരിക്കലും ക്ഷമിക്കത്തില്ല. ദൈവം അവരോട് ഇനി ഒരിക്കലും ക്ഷമിക്കത്തില്ല. എന്താ കാര്യം? കർത്താവിനോട് ഉറപ്പിച്ചു പറയുന്നു, അവർക്ക് ഒരുപാട് അവസരം ദൈവം കൊടുത്തു, ഒത്തിരി അവസരം കൊടുത്തു. അവരുടെ വീട്ടിൽ അത്ഭുതം കർത്താവ് ചെയ്തു, അടയാളം കർത്താവ് ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തിട്ടോ അവർ ദൈവത്തെ മറന്ന് ഇപ്പോഴും കൈയടിക്കുന്നുണ്ടെങ്കിലോ അവരുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വിഗ്രഹത്തെ അവർക്ക് വിടാൻ പറ്റുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നു, അതോടുകൂടി അവരെയും കൂടെ ഇല്ലാതാക്കി കളയുന്നത് പോലെ. എനിക്കറിയത്തില്ല, ഈ ദൂത് ഞാൻ ഭയത്തോടെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നു, മറഞ്ഞിരിക്കുന്ന വിഗ്രഹാരാധന തമ്പുരാൻ പൊളിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണം. യേശുവിൻ നാമത്തിൽ. മോശ ഒരു അഭിഷിക്തനാണ്, കേട്ടെ, മോശ ഒരു അഭിഷിക്തനാണ്. ദൈവത്തിന്റെ ഇടപാടുകൾ നേരിട്ട് അനുഭവിക്കുന്നവനാണ്. കർത്താവുമായിട്ട് രഹസ്യബന്ധവും പരസ്യബന്ധവും ഉള്ളവനാണ്. എപ്പോഴും ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുന്നവനാണ്. പക്ഷെ ആ മോശയ്ക്ക് പോലും പിടുത്തം കിട്ടിയില്ല ഇവന്മാരുടെ അകത്ത് കിടക്കുന്ന വിഗ്രഹാരാധന.
ദൈവം അത് വെളിപ്പെടുത്താൻ വേണ്ടി എടുത്ത ദിവസങ്ങൾ എത്രയാണെന്നറിയോ? 40. ശക്തിയോടൊരു ഹാലിലിയ പറഞ്ഞാട്ടെ. ആ സ്പിരിറ്റിനെ പൊക്കാൻ വേണ്ടി ദൈവം എടുത്ത ദിവസങ്ങളാണ് 40 ദിവസങ്ങൾ. ദൈവത്തിന് മനസ്സിലായി, ഇവനെ വിളിച്ച് മുകളിൽ കയറ്റിയാൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിന് ഇവര് പറയും നേതൃത്വം മരിച്ചു. അവനിനി താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയില്ല. അത് കാരണം കൊണ്ട് അവരുടെ ഉള്ളിൽ മറഞ്ഞു കിടന്ന ആ സാധനം പൊക്കിക്കൊണ്ടുവരും അവര്. ഇത് ദൈവത്തിന്റെ പ്രോഗ്രാമാ, മോശയുടെ പ്രോഗ്രാം അല്ല. അഭിഷേകത്തെ ജയം വ്യാപരിക്കട്ടെ. മോശയുടെ പ്രോഗ്രാം ആയിരുന്നെങ്കിൽ അത് നേരത്തെ പിടുത്തം കിട്ടിയേനെ. എന്നാൽ ഇത് ദൈവത്തിന്റെ പ്രോഗ്രാമാ. ദൈവം ഇത്രയും നാൾ മൗനമായിട്ടിരുന്നപ്പോൾ നീ എന്തുവാ വിചാരിച്ചേ? വിശ്വസിക്കുന്നവർ മാത്രം അതിന് ആമേൻ പറഞ്ഞോണം. അവന്റെ കണ്ണ് കാണുന്നില്ലെന്നോ, അവനത് ശ്രദ്ധിക്കുന്നില്ലെന്നോ, അവനത് മറന്നു കളഞ്ഞെന്നോ അല്ല, വേരോടെ പൊട്ടിച്ചു കളയാൻ ദൈവം വെയിറ്റ് ചെയ്യുകയായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നന്നായി ദൈവത്തെ ആരാധിച്ചോണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഞാൻ നിന്നെ എഴുതി കാണിച്ചത്, ഞാൻ നിന്നെ വരച്ച് കാണിച്ചതിന്, ഞാൻ അടിസ്ഥാനമിടുന്നതിന് മുമ്പ്, ഞാൻ എഴുതി കാണിച്ചത്, ഞാൻ വരച്ച് കാണിച്ചതിന്, ഞാൻ അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ഞാനിത് ചെയ്യും. ഇത് മാറാതെ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ആമേൻ പറയാം? ഇത് ഞാൻ നീക്കും, എന്നിട്ടേ ഞാൻ കാണിച്ചതിന് ഞാൻ അടിസ്ഥാനം വിടൂ. കേൾക്കുന്നവർ ആമേൻ പറ. അപ്പൊ ഹൃദയം മാത്രം പകരാനല്ല മുകളിൽ കയറ്റിയത്. ഹൃദയ പകർച്ച മാത്രമല്ല, രഹസ്യ പകർച്ചയും കൂടെ ഉണ്ടായിരുന്നു. അഭിഷേകത്തെ ജയം വ്യാപരിക്കട്ടെ. ഇത് മോശ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ടതല്ല, പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് തന്നെ ദൈവം പറഞ്ഞു. രക്തം ജയം. ഞാനിത് ഞാൻ പറഞ്ഞല്ലോ, ഈ മെസ്സേജ് വളരെ കുറച്ച് ദിവസങ്ങളെ എൻ്റെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ ഭാഗം ഞാൻ കുറച്ച് നാളെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഈ ഭാഗം എനിക്ക് ഈ ഭാഗം ചിന്തിച്ചിട്ട് അത്ഭുതം തോന്നി. ഇത്രയും അത്ഭുതം കണ്ടിട്ടും മിസ്രൈമിലെ കാള അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. ശക്തിയോടെ ഹാലിലെ പറയോ? കാളെ ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത്രയും അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തി നടന്നിട്ടും ആ കാളെ അവരുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. 40 ദിവസം കിട്ടിയപ്പോൾ അകത്തുണ്ടായിരുന്ന കാള പുറത്തു വന്നു. രക്തം ജയം. ദൈവം ചിലതിനെ പൊളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അകത്തുള്ളത് മുഴുവൻ പുറത്തെടുക്കാനായിട്ട് അവർ പോലും അറിയാതെ അവസരം കൊടുക്കും. വിശ്വസിക്കുന്നവരതിന് ആമേൻ പറഞ്ഞേ. അത് പുറത്തു വന്ന് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. അതിനെ തമ്പുരാൻ വേരോടെ വെട്ടും. ഇന്ന് പകൽ ദൈവവുമായി ബന്ധമുള്ള ചിലതിനോട് പ്രവചിക്കുകയാണ്. നിന്റെ മുമ്പിൽ ഇനി ഒന്നും മറഞ്ഞിരിക്കത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണം. നിന്റെ മുമ്പിൽ ഒരെണ്ണം വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ അത് വേരോടെ നശിച്ചിരിക്കൂ. ഇന്നത്തെ രാവിലത്തെ മെയിൻ ദൂതിലേക്ക് പരിശുദ്ധാത്മാവ് സഭയെ കൊണ്ടുവരികയാ. വിശ്വസിച്ചൊന്ന് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ നന്നായി കർത്താവിന് മഹത്വം കൊടുത്തോണം. ചിലർക്കത് വെളിപ്പെട്ടില്ല, ചിലർക്കത് പിടുത്തം കിട്ടിയില്ല. എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും ദൂതെടുത്തു, എല്ലാവരും ആലോചനയെടുത്തു, എല്ലാവരും ചേർന്നിരുന്നു, കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അല്ലാതെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു. പിടുത്തം കിട്ടാത്ത ചില റേഞ്ചുകളിലേക്ക് തമ്പുരാൻ നമ്മളെ തനിച്ചു കൊണ്ടുപോകാൻ പോകുകയാ. അതിൻ്റെ കാരണസഹിതം നിനക്ക് വെളിപ്പെടുത്തിയിട്ട് നിന്റെ നാവ് കൊണ്ട് തന്നെ അതിനെ പൊളിക്കുന്ന ഒരു അധികാരം ഇന്ന് രാവിലെ ദൈവം കൈമാറാൻ പോകുകയാ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇത് മാറുന്നില്ല? എന്തുകൊണ്ട് ഇത്രയും പ്രാർത്ഥിച്ചിട്ടോ? എന്തുകൊണ്ട് ഇത്രയും ഉപവസിച്ചിട്ടോ? എന്തുകൊണ്ട് ഇത്രയും ആരാധിച്ചിട്ടോ? എന്താ ഇതിന് മാറ്റമില്ലാത്തത്? വരുന്നവർക്ക് ആർക്കും ഇത് പിടുത്തം കിട്ടുന്നില്ല. അവർക്കാർക്കും വെളിപ്പെടാത്തതിന്റെ കാര്യം നിനക്ക് വ്യക്തിപരമായിട്ട് ഇത് വെളിപ്പെടുത്തി അതിന്റെ വേര് നിന്നെ കൊണ്ട് പൊട്ടിക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു.
കരമടിച്ചോ, വാ തുറന്നോ, ശബ്ദമുയർത്തിയോ, നന്നായി കർത്താവിന് മഹത്വം കൊടുത്തേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ദൈവമഹത്വം ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നു. ദൈവശക്തി ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നു. യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. നീ പർവ്വതത്തിൻ്റെ മുകളിലായിരിക്കുമ്പോൾ താഴത്തെ ജനക്കൂട്ടത്തെ നിനക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ പർവ്വതത്തിൻ്റെ മുകളിൽ എന്നോടൊപ്പം ഇരിക്കുന്ന നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ജനത്തിൻ്റെ ഉള്ളറിയാവുന്നവനാണ് ഞാൻ. അവരുടെ ഉള്ളിൽ ഒരു വിഗ്രഹം വാഴാൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ മഹത്വം ഇറങ്ങേണ്ടടുത്ത് വേറൊന്നും മഹത്വപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന സ്തൂപങ്ങൾ ഇന്ന് പകൽ പൊളിയുമെന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിക്കാൻ പറ്റുന്നവർ സഭയിലുണ്ടെങ്കിൽ ശക്തിയോടെ പ്രതികരിക്കട്ടെ. അൽമനാദരം ജാലബന്ധരാധരാധിയാര. 1-2 മിനിറ്റുകൾ കണ്ണുകൾ അടച്ച് ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് അന്യഭാഷയിൽ പറ്റുമെങ്കിൽ അടുത്തിരിക്കുന്നവർ തമ്മിൽ കരം കൊടുത്തൊന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് കരം കൊടുത്തൊന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. കണ്ടുപിടിക്കപ്പെട്ടതാണെങ്കിൽ, ഏറ്റവും വലിയ പ്രവചനമായ വചനമാണ് അത് പോയി തേടി പിടിച്ചതെങ്കിൽ, വചന വെളിപ്പാടാണ് അതിനെ തപ്പിപ്പിടിച്ചതെങ്കിൽ, ഇന്ന് പകൽ മുറിയേണ്ടത് മുറിയട്ടെ, വേര് പൊട്ടേണ്ടത് വേര് പൊട്ടട്ടെ. മറഞ്ഞു കിടക്കുന്നത് തെളിവായി വന്നെങ്കിൽ ഇന്ന് രാത്രി അത് പൊളിഞ്ഞു മാറിയേ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ അത് മണ്ണേലെങ്കിൽ മണ്ണിൽ നിന്ന്, അത് വ്യക്തിയിലെങ്കിൽ വ്യക്തിയിൽ നിന്ന്, അത് കുടുംബത്തിലെങ്കിൽ കുടുംബത്തിൽ നിന്ന്, അതേതെങ്കിലും ഉപകരണത്തിലെങ്കിൽ അതിൽ നിന്ന് കണ്ണിന് പിടുത്തം കിട്ടാതെ എവിടെ മറഞ്ഞു കിടപ്പുണ്ടോ അതിനെ ഇന്ന് രാവിലെ പൊളിക്കുന്ന ദൈവത്തിന്റെ തീ ഈ രാവിലെ ഇറങ്ങി വരുന്നുണ്ട്. കരം വിട്ട് കൈയടിച്ച് അതിനെ ആരാധിച്ച് ജയമെടുത്താട്ടെ. യേശുവിൻ നാമത്തിൽ. ശാലബര ഹന്ദരബല ഹസ്തരാധരാധര അൽമനാദരം ജാലബന്ധരാധര വൈഡബാര ഹസ്തരാധരം ജാലബദ്ധരേധിയാര. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നത് ആത്മാവിൽ എനിക്ക് മനസ്സിലാകുന്നു. ദൈവമഹത്വം ഇറങ്ങി വരുന്നു. നിന്റെ വീടിൻ്റെ മണ്ണിലെങ്കിൽ, അല്ല സഭയുടെ മണ്ണിലെങ്കിൽ, ഏതെങ്കിലും ഉപകരണത്തിലെങ്കിൽ, ആരും ശ്രദ്ധിക്കാതെ വണ്ണോ അതിനകത്തുകൊണ്ട് മറച്ചു വെച്ചതെങ്കിൽ, ഒരു വ്യക്തിയിൽ മറച്ചു വെച്ചതെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്തെ പ്രത്യേകമായ ഭാഗങ്ങളിൽ ഒരു മനുഷ്യനും ശ്രദ്ധിക്കാതെ വണ്ണം കൊണ്ട് മൂടി വെച്ചതാണെങ്കിൽ, ആ ഇരിക്കുന്നിടത്ത് ആ സാധനം ഇന്ന് രാവിലെ കത്താൻ പോകുകയാ. അതിന്റെ അടിത്തറ കത്താൻ പോകുകയാ. അതിന്റെ ആധിപത്യം കത്താൻ പോകുകയാ. കൈതട്ടി നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ തീ ഇറങ്ങുന്നു. കർത്താവിന്റെ തീ ഇറങ്ങുന്നു. ഇപ്പൊ പിടുത്തം കിട്ടുന്നു. വെറുതെ തീ കണ്ടതല്ല, വെറുതെ തീ കണ്ടതല്ല. ദൂതൻ സ്റ്റേജിൽ നിന്ന് തീയുമായി ജനത്തിന്റെ ഇടയിലോട്ട് ഇറങ്ങുന്നത് വെറുതെ കണ്ടതല്ല. എന്തൊക്കെയോ കത്തിച്ചവൻ ചാരമാക്കാൻ പോകുകയാ. ആത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നവർ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോണോ. ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ രണ്ടാമത്തെ രാവിലത്തെ സെക്ഷൻ അകത്ത് തമ്പുരാൻ ദൂതന്മാരെ തീയുമായി ഇതിനകത്തേക്ക് ഇറക്കി വിടുകയാണ്. നീ ഇവിടെ കൈതട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മണ്ണ് തീ ഇറങ്ങുകയാണ്. നിന്റെ വീടിനകത്ത് തീ ഇറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ പിടുത്തം കിട്ടാതെ മറഞ്ഞു കിടക്കുന്നതിനെ ഈ രാവിലെ ദഹിപ്പിക്കുന്ന തീ. തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ. കർത്താവിന്റെ സാന്നിധ്യം തീ പോലെ ഇന്ന് രാവിലെ വ്യാപരിക്കുന്നു. റാംസേ ഖേൽമാനിയാന്ധര അൽമന ദാരബ റബ്ധര ജാലബന്ധരാധര വൈഡമ സദ്ധര ധീരഗച്ഛലസ്മനാധരം ജാലബന്ധരെ വൈഡ പ്രൗഢം ധാരഖേലം ധേരപ്രൗഢ ഹസ്തചാലം വൈഡംബാര സദ്ധരാധരാധിയാര. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ചർച്ചിന്റെ പല ഭാഗങ്ങളിലോ, ചർച്ചിന്റെ അകത്ത്, ഈ ഹോളിന്റെ അകത്ത് പല ഭാഗങ്ങളിലോ വലിയ ആഴി കത്തുന്നത്, വലിയ തീ കൂട്ടം, വലിയ റൗണ്ടി കത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ വെളിപ്പാടി കാണിച്ചു തരികയാ. എനിക്ക് പിടുത്തം കിട്ടുന്നു. ഏതൊക്കെയോ കത്തിച്ചാരമാകുകയാ. യേശുവിന്റെ നാമത്തിൽ ആ തീയോട് പ്രതികരിക്കാൻ പറ്റുന്നവർ ശക്തിയോടെ പ്രതികരിച്ചു കൊണ്ടിരിക്കട്ടെ.
ഷദര ജാല റബധര ജാലസ്മാന റബ്ധകാല ബന്ധര ധാരബദ്ധരാധര ലംബ്രബാദരം ജാലബന്ധരാധര വൈഡബ സദ്ധര ധീരബ റബ്ധര ജാലസ്മാന സെത്തരാധരാധിയാര. ദീർഘവർഷങ്ങളായി പഴക്കം ചെന്ന് ഇതുവരെ ആർക്കും പിടുത്തം കൊടുക്കാതെ മറഞ്ഞു കിടക്കുന്ന പൈശാചിക ലോകത്തിന് നേരെ ഈ ദൂതിനെ ഞാൻ തിരിക്കുകയാ. മന്ത്രവാദങ്ങൾക്ക് നേരെ ഈ ദൂതിനെ ഞാൻ തിരിക്കുകയാ. ദൈവജനത്തിന്റെ ആത്മീക പുഷ്ടിക്ക് തടസ്സമായി പിടുത്തം കിട്ടാതെ ആര് വന്നാലും പിടുത്തം കിട്ടാതെ വണ്ണോ ഇത് മറഞ്ഞു കിടക്കണമെന്ന് നിരൂപിച്ച് മറച്ചു വെച്ചതിന്റെ നേരെ ഈ ദൂതിനെ ഞാൻ തിരിക്കുകയാ. യേശുവിൻ നാമത്തിൽ അതിനകത്തോട്ട് തീ കയറി ചെല്ലട്ടെ. Shala dara jala rabtakala ramtabara setetetekebele lepti kalbara kasmani antara lebrabadaram jalabandharadara diyara almanadaram jalasmani antara. യേശുവിൻ നാമത്തിൽ ഭയങ്കര ഡെലിവറൻസുകൾ മൂവ് ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ അടങ്ങിയിരിക്കരുത്, വിശ്വസിക്കുന്നവർ മൗനമായിട്ടിരിക്കരുത്. എനിക്കറിയത്തില്ല ഏതേ തൊടണമെന്ന്, പക്ഷേ എന്തേ തൊടണമെന്ന് അറിയാവുന്നവൻ ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഏതിന്റെ വേര് പൊട്ടിക്കണമെന്നറിയാവുന്നവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ ദൈവം ഇന്ന് പകൽ ഫോക്കസ് ചെയ്യുന്നു. ജനമല്ല വിഷയം, ദൈവദാസനെ നീയാണ് ദൈവത്തിന്റെ വിഷയം. ദൈവഹൃദയം പങ്കുവെച്ച സഹോദര, ദൈവഹൃദയം പങ്കുവെച്ച സഹോദരി, നീയാ ദൈവത്തിന്റെ വിഷയം. നിന്നെ ദൈവം ടാർഗറ്റ് ചെയ്യുമ്പോൾ നിനക്ക് വിരോധമായതിനെ മുഴുവനും എന്റെ ദൈവം ടാർഗറ്റ് ചെയ്യുകയാ. ദൈവത്തിന്റെ തീ ഇന്ന് രാവിലെ കത്തുന്നു. Dara dara bala dara jala bara dara rabdaka bara ramdakali antara lebrakasmani antara jala bandharadharam jalaptarediara. തീയിറങ്ങട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം തീ പോലെ, ദൈവമഹത്വം തീ പോലെ, ദൈവത്തിന്റെ അസാധാരണമായ ശക്തി തീ പോലെ ഇന്ന് രാവിലെ ഇറങ്ങി വരുന്നു. ശക്തമായ തീ ഇതിനകത്ത് വ്യാപരിക്കുന്നു. ശക്തമായ തീ പിടിക്കുന്നു. ഓൺലൈനിൽ കണ്ടോണ്ടിരിക്കുന്ന ചില റൂമിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം തീ പോലെ ഇറങ്ങുകയാണ്. നിന്റെ ദേഹത്തിന് പുഷ്ടി വരുത്താതെ, നിന്റെ ശരീരത്തിൽ രോഗനിർണയം നടത്താൻ പറ്റാതെ, ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഒരു രോഗമില്ലെന്ന് പറയത്തക്ക രീതിയിൽ രോഗനിർണയമില്ലാത്ത ചില അസുഖങ്ങളുടെ പിറകിൽ വ്യാപരിക്കുന്ന ആ മറഞ്ഞ ശക്തിയെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് കത്തിക്കുന്നു. തീയിറങ്ങട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം തീയായിട്ട് ഇറങ്ങട്ടെ. ഹേ പൈശാചിക ലോകമേ, നിന്നോട് വിളിച്ചു പറയുന്നു, ഇത് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാ. ഇത് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ദൈവഹൃദയം പ്രാപിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാ. നീ മറഞ്ഞിരുന്നാൽ നിന്നെ കത്തിക്കുന്ന ഇന്ന് രാവിലെ വെളിപ്പെടുന്നു. ശരീരം വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിച്ചോണം. അത്ഭുതകരമായ ഡെലിവറൻസുകൾ വചനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഈക്വൽ ടു കർത്താവായ യേശു. വചന വെളിപ്പാടുകൾ വരുമ്പോൾ യേശു ഇറങ്ങി നിന്ന് ശുശ്രൂഷിക്കുക. ഇന്ന് പകൽ ചിലരുടെ ദേഹത്ത് വരുന്നത് വചനമല്ല, യേശു തന്നെയായിട്ട് വരികയാ. നിന്റെ വീടിനകത്തേക്ക് മഹത്വം ഇന്ന് പകൽ അഴിച്ചു വിടുകയാ. ഞാൻ സുൽ പാസ്റ്റർ അങ്ങോട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇച്ചിരി ലേറ്റായിട്ട് സമയം തന്നാൽ മതി. അങ്ങൾ എന്നോട് 1:30 പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ സന്തോഷിക്കുകയായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ട്. നേരത്തെ ഞാൻ കാര്യം പാസ്റ്ററോട് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, മുറിവ് പോലെയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ പോയി പ്രസംഗിച്ചിട്ട് കാറ്റാ വന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാണ്. അത്രയ്ക്ക് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. പക്ഷേ എന്നെ ഈ സ്റ്റേജെ കർത്താവ് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഇത്രയും പറ്റത്തില്ല ദൈവമക്കളെ. ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. നമ്മൾ ഒരുമിച്ച് എന്തോ അനുഭവിക്കുക. നിനക്ക് പിടുത്തം കിട്ടാതെ മറഞ്ഞു കിടക്കുന്ന
ഒരു മേഖലയിലേക്ക് ദൈവത്തിൻ്റെ കണ്ണ് ചെല്ലുക. ഒരു കാര്യം ഞാൻ വെളിപ്പാടി പറയാ, ഈ 20 ലക്ഷത്തെ വേർതിരിച്ചത് ദേശം പിടിച്ചടക്കാൻ വേണ്ടിയാ, പട്ടണങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടിയാ, ദേശങ്ങളെ കൈവശമാക്കാൻ വേണ്ടിയാ, വാഗ്ദത്തങ്ങളെ പിടിച്ചൊതുക്കാൻ വേണ്ടിയാ. അതിന് വിരോധമായി പാളയത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിച്ചിട്ട് അതിനെ വിഘടിപ്പിക്കാൻ ഒരു വിഗ്രഹത്തിൻ്റെ ശക്തി അതിൻ്റെ പിറകിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറ പൊളിക്കുക എന്നത് ദൈവത്തിൻ്റെ അജണ്ടയാ. Rasata kabala ramta kabala rapta kabala ratatete kebe ramshi kalmana astana jana rabatara jalasmana settere lembrabadaram jalabandharadara ചിലർ കൈയടിച്ചു, ചിലർ അന്യഭാഷ പറഞ്ഞു, ചിലർ പ്രവചിച്ചപ്പോൾ ചിലർ വിചാരിച്ചു അന്യഭാഷ അത് ദൈവത്തിൽ നിന്ന് വന്നതായിരിക്കുമെന്ന്. ചിലർ പ്രവചിച്ചപ്പോൾ ചിലർ വിചാരിച്ചു യോ എത്ര നന്നായിട്ട് ആലോചന പറയുന്നുവെന്ന്. ചിലർ വെളിപ്പാട് കണ്ടപ്പോൾ ചിലർ വിചാരിച്ചു യോ എത്ര മനോഹരമായ വെളിപ്പാടാണെന്ന്. പക്ഷെ വെളിപ്പാടിലും പ്രവചനത്തിലും അന്യഭാഷയിലോ ആർക്കും പിടുത്തം കൊടുക്കാതെ മറഞ്ഞിരിക്കുന്ന പൈശാചിക ലോകത്തോട് യേശുവിൻ നാമത്തിൽ പറയുന്നു, നിന്റെ വേര് പൊട്ടിക്കുന്ന ദൈവത്തിന്റെ തീ Jala dara jala bara dara rabta kala mantarede lebrokori amtare asmanadara diara a spiritine sense ചെയ്യുന്നു പരിശുദ്ധാത്മാവ്. ആ സ്പിരിറ്റിനെ സെൻസ് ചെയ്യുന്നു, ആ സ്പിരിറ്റിനെ സെൻസ് ചെയ്യുന്നു. അന്യഭാഷയുടെയും പ്രവചനത്തിന്റെയും വചന ശുശ്രൂഷയുടെയും മറ പറ്റിയിട്ട് ഒരവസരം കിട്ടുമ്പോൾ മൊത്തം ഒളപ്പിക്കളയാൻ വേണ്ടി താലപൊക്കി മറഞ്ഞു കിടക്കുന്ന ആ സ്പിരിറ്റിനെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വെട്ടുകയാ. കരമടിച്ച അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നവർ, ഈ ദൂതിനോട് പ്രതികരിക്കാൻ പറ്റുന്ന അഭിഷിക്തന്മാരുണ്ടെങ്കിൽ ശക്തിയോടെ പ്രതികരിക്കട്ടെ. ഇത് ദൈവസഭയുടെ സമയമാണ്, ഇത് ദൈവ മക്കളുടെ സമയമാണ്, ഇത് ദൈവം വേർതിരിച്ച കൂട്ടമാണ്. ശബലദര ഗബലഹദര ഗബലഹസ്തരാദരം ജലം ധരേതി ഹർമനാദരം ജാലബന്ധര. ഞാൻ എൻ്റെ വചനധ്യാനത്തിൽ പ്രാർത്ഥന, എൻ്റെ ബെഡ്റൂമാണ് എൻ്റെ പ്രാർത്ഥനാ മുറി. എൻ്റെ വചനധ്യാനത്തിൻ്റെ മുറി എൻ്റെ ബെഡ്റൂമാണ്. വീട്ടിലിരിക്കുന്ന സമയം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ടൊരു കാര്യം പറഞ്ഞു തന്നു. നീ വായിച്ചിട്ടുണ്ടോ, ദാവീദിന് വിരോധമായി ശൗല് കുന്തം ചാണ്ടി, ഒരിക്കൽ പോലും ദൈവം അവനോട് ഇടപെട്ടില്ല. ശൗല് നിനക്കെതിരെ ഇന്ന സ്ഥലത്തിരുന്ന് കുന്തം എറിയുമെന്ന് ഒരു പ്രവാചകനും അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല. നിന്നെ ലക്ഷ്യം വെക്കുന്ന ഒരു കുന്തം നിന്റെ പിറകിലുണ്ടെന്ന്. പക്ഷെ ഒരിക്കൽ പോലും ശൗലെറിഞ്ഞ കുന്തം ദാവീദിനിട്ട് കൊണ്ടിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ പറയാ, നീ ഒരു കവറിങ്ങിനകത്താണെങ്കിൽ, നീ ഒരു കവറിങ്ങിനകത്താണെങ്കിൽ എവിടെ നിന്ന് വരുന്ന സാധനമോ നിന്നെ തൊടത്തില്ല. വിശ്വസിക്കുന്നവർ ശക്തിയോടെ Shalabara handarabala ratatata kabala ramta kalmani antara. പക്ഷേ ഇന്നത്തെ സബ്ജക്റ്റ് അതല്ല. ഇന്നത്തെ സബ്ജക്റ്റ് ഒരു വ്യത്യസ്തമാണ്. ജനത്തിന്റെ ഇടയിൽ നിന്ന് ഇരുപത് ലക്ഷത്തിന്റെ ഇടയിൽ നിന്നൊരു 3000 30,000 ആകായിരുന്നു. 3000 3 ലക്ഷമാകാമായിരുന്നു. പക്ഷെ ഒരു ചെറിയ സംഖ്യ ഒരു മൂവ്മെന്റിനെ ബ്രേക്ക് ചെയ്യാൻ ഒരാൾ മതി. ഹലോ, ഒരു ആത്മസാന്നിധ്യത്തിന്റെ മൂവ്മെന്റിലോട്ട് പിക്ക് ആകുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ പാളയത്തിൽ 1-2 പേര് മതി. വിശ്വസിക്കുന്നവരും പ്രതികരിക്കാൻ പറ്റുന്നവരും ദൈവ നിയോഗം വെളിപ്പെടാൻ കൊതിക്കുന്നവർ ശക്തമായിട്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്തേ.
സംതിങ് ഒരു വ്യത്യസ്ത നിലയിൽ എൻ്റെ നാവിനെ ദൈവം ഉപയോഗിക്കുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നു. എൻ്റെ നാവിൽ നിന്ന് ദൈവശബ്ദം പുറപ്പെടുന്നത്, അതിൻ്റെ ശക്തി പുറപ്പെടുന്നത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു. ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, നീ ആരുമാകട്ടെ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാ, ദൈവമഹത്വം ഇറങ്ങി വരികയാ. കൈയടിച്ച് വാ തുറന്ന് അന്യഭാഷയിൽ 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 കമാൺ, അന്യഭാഷയിൽ, ഓഫ്ലൈനിലും ഓൺലൈനിലും അന്യഭാഷയിൽ. അടുത്തിരിക്കുന്നവർ നോക്കണ്ട, ചുറ്റുപാടുകളെ നോക്കണ്ട, അന്യഭാഷകളിൽ. ഈ ഫാസ്റ്റിംഗ് പ്രയർ ഒരു ഭയങ്കര ഡെലിവറൻസ് ആയിരിക്കും. ഈ ഫാസ്റ്റിംഗ് പ്രയർ അസാധാരണമായൊരു ഡെലിവറൻസ് ആയിരിക്കും. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നോട് പറയുന്നു, പാളയത്തിൻ്റെ അകത്തെ വിഗ്രഹാരാധന പരിശുദ്ധാത്മാവ് പൊളിക്കൂ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. എന്തിനാ മോശേ നിന്നെ തനിച്ച് വിളിച്ചത്? നിനക്കിത് വെളിപ്പെടുത്തി തരാനാ. എന്തിനാ മോശേ നിന്നെ തനിച്ച് വിളിച്ചത്? നിനക്കിത് പറഞ്ഞു തരാനാ. എന്തിനാ മോശേ നിന്നെ തനിച്ച് വിളിച്ചത്? അതിന്റെ വേര് പൊട്ടിക്കാനാ. ഇങ്ങനെയുള്ളവരുമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ളതുമായിട്ട് എനിക്ക് എന്റെ മഹത്വം കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന്റെ വേര് പൊട്ടിക്കണം. പൊരുന്നിരിക്കുന്നത് പോലെ മഹത്വം ചിലതിന്റെ ദേഹത്തിൽ നിന്ന് പകൽ ഇറങ്ങി വരും, ഇറങ്ങി വരും, ഇറങ്ങി വരും. ആത്മാവിന്റെ ചെവിയിൽ പറഞ്ഞു തരുന്നു, ഇങ്ങനെ ഒരു ദൂത് കർത്താവ് എനിക്ക് കൈമാറുകയാ. പരിശുദ്ധാത്മാവിൽ സഭ ശ്രദ്ധിച്ച് കേട്ടോണോ. അങ്ങനെയുള്ളത് ഈ രണ്ടാമത്തെ ദിവസം പൊളിയും. ആമേൻ പറ. പർവ്വതത്തിന്റെ മുകളിൽ കയറി ദൈവിക ഇടപാട് അനുഭവിച്ച മോശയുടെ മുമ്പിൽ മറഞ്ഞിരുന്ന വിഗ്രഹം വെളിപ്പെടുകയും ആ കാള അന്നുകൊണ്ട് ആ പാളയം വിട്ട് മാറുകയും ചെയ്തെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവിൽ ഒരുക്കപ്പെടുന്നവരോട് പ്രവചിക്കുന്നു. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പ്രവചനത്തിൻ്റെ പിറകിൽ, അന്യഭാഷയുടെ പിറകിൽ, വചന ശുശ്രൂഷയുടെ പിറകിൽ, വർഷിപ്പിൻ്റെ പിറകിൽ ഒരുത്തർക്കും പിടുത്തം കൊടുക്കാതെ നിരന്തരമായി മറഞ്ഞിരുന്ന് ജനത്തെ തെറ്റിക്കുന്ന ദുരാത്മ ലോകത്തിന് നീ ഒരു ഭീഷണിയാകാൻ പോകുകയാ. നീ ഒരു തീയായി മാറാൻ പോകുകയാ. അന്യാഗ്നിയെ മുഴുവനും കത്തിക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ തീയായി ഞാൻ മാറുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് പകലത്തെ ദൂത് തലയിലോട്ട് കൊണ്ട് പതിപ്പിക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ശക്തമായി എഴുന്നേറ്റ് നിന്ന് കൈ ഒന്ന് തട്ടി നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാ. ഈ സമയം നാം അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നാം അതിനെയാണ് സ്വീകരിക്കുന്നത്. എഴുന്നേൽക്കുമ്പോഴും കൈതട്ടി ആരാധിച്ചു കൊള്ളുക. ഇന്ന് പകൽ നീ നിൽക്കുന്നിടത്ത് ഈ മഹത്വം ഇറങ്ങി വരുമോ? നിൽക്കുന്നിടത്ത് ഈ മഹത്വം ഇറങ്ങി വരുമോ? നിൽക്കുന്നിടത്ത് ഈ മഹത്വം ഇറങ്ങി വരുമോ? നിങ്ങളുടെ ദേഹവുമായി റിലേറ്റഡായി ഈ ദൂതിന് ബന്ധമുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്നവരെ തൊട്ടില്ലേലും നിന്നെ തൊട്ടിരിക്കോ. നിന്നെ ആ നിയോഗത്തിലേക്ക് ദൈവം ഇന്ന് പകൽ ലിഫ്റ്റ് ചെയ്തു എന്നതിൻ്റെ ഉറപ്പ് നിന്റെ ദേഹത്ത് ഈ മഹത്വം നീ നിൽക്കുന്ന സ്ഥലത്ത് വന്നിരിക്കോ. ശക്തിയോടെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചേ. Shadabala hadarabala ratatatakabala ramtakabakala retekebekele shatakabakala retekebekele shamdakal mariantadadara. ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്ന സൈനാണത്. ഈ ദൂതുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ആത്മിക ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് പകൽ സെലക്ട് ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നീ നിൽക്കുന്നിടത്ത് ഈ പറയപ്പെട്ട പൈശാചിക ലോകം തകരും എന്ന ദൈവനിയോഗം നിന്റെ ദേഹത്ത് പതിപ്പിക്കപ്പെടണമെന്ന് ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, നീ നിൽക്കുന്നിടത്ത് അവൻ്റെ മഹത്വം ഇറങ്ങി വരുമോ? നീ നിൽക്കുന്നിടത്ത് അവൻ്റെ മഹത്വം ഇറങ്ങി വരുമോ? നിന്റെ ശരീരത്തെ ഫോക്കസ് ചെയ്ത് ആ മഹത്വം നിന്റെ ദേഹത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കോ. ആ മഹത്വം നിന്റെ ദേഹത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കോ. അതിനുവേണ്ടി ശരീരം വിട്ടുകൊടുക്കാൻ പറ്റുന്നവർ ശരീരം വിട്ടുകൊടുക്കട്ടെ.
ധാര ജാല ബര ധര ജല രബത്തര ജാലബന്ധര വൈഡമാന ഹസ്തനാദരം ജാലബന്ധരേ അർക്കബത്തര ചലസ്തരാജലം ധരാധരം ജലബ്ധരേ ദിയാര അൽബത്താരധാരക്കാല വൈഡ പ്രൗഢ ബാലസ്മാനിയാന്ധര അൽമനാദരം ജാലസ്മാനിയാന്ധര ലെബ്രോ കസ്മാനിയാന്ധര ലെത്തരെ വൈഡ രഹസ്യാന്ധരാധര. ദൈവഹൃദയ സഭയ്ക്കകത്ത് തുറക്കപ്പെടുന്നു. ദൈവഹൃദയം സഭയ്ക്കകത്ത് തുറക്കപ്പെടുന്നു. ഫാസ്റ്റിംഗ് പ്രയറിന്റെ രണ്ടാമത്തെ പകൽ ദൈവഹൃദയം തുറക്കപ്പെടുന്നു. ദൈവഹൃദയം തുറക്കപ്പെടുന്നു. കർത്താവ് പലതിനെ കുറിച്ച് ദുഃഖിക്കുന്നു. കർത്താവ് പലരെയും കുറിച്ച് ദുഃഖിക്കുന്നു. കർത്താവ് പലരെയും നോക്കുമ്പോൾ കർത്താവിന് ദുഃഖം തോന്നുന്നു. ഒന്നെങ്കിൽ നീ മാനസാന്തരപ്പെടുക, ഒന്നെങ്കിൽ നീ പാപങ്ങളെ ഏറ്റുപറയുക, ഒന്നെങ്കിൽ നീ വിട്ടുകളയേണ്ടത് വിട്ടുകളക, ഒന്നെങ്കിൽ നീ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യത്തിലായി റൂട്ടിലാ നീ കാലെടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ നീ മാനസാന്തരപ്പെടുക. ഇല്ല എങ്കിൽ ആർക്കും നിന്നെ തിരുത്താൻ പറ്റാതെ വണ്ണോ നീ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകൂ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. Sharabala, Handarabala, Ratikabakala, Remtakabakala, Raptakabakala, Retikabakala, Rebatakasi, Lemchakalmana Hastana, Janabantadada, Mahatam in the Pagal Viabaricate, Mahatam in the Pagal Viabaricate, Mahatam in the Pagal Viabaricate, and no Kartabarino, Yan Terran Tavarmel and the Kayan Vico, Yan Terran Tavarmel and the Mahatayan Vico, our kin Yatri Model Vectiver, my Deviga encounter Galunda. ഒരു പക്ഷെങ്കിൽ ഈ മിനിറ്റിൽ ചിലർ മുറിക്കകത്ത് അനുഭവിക്കുന്നുണ്ടായിരിക്കുക. ഓൺലൈൻ്റെ അകത്തിരിക്കുന്ന ചിലർ അത് അനുഭവിക്കുന്നുണ്ടായിരിക്കുക. ഇല്ല, ഇവിടെ നിൽക്കുന്ന ഓഫ്ലൈനിൽ നിൽക്കുന്നവർ ഇപ്പോഴതിന് പാകത്തിലുള്ളൊരു സാഹചര്യമല്ലെങ്കിൽ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ഇവിടെ ആരംഭിക്കുകയാണ്. അടുത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിക്കാനേ പോകണ്ട. കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് മാത്രം നോക്കിക്കോ. നിന്നെ കാണാൻ ഒരാൾ ഇറങ്ങിയിരിക്കുന്നു. നിന്റെ അടുത്തേക്ക് ഒരാൾ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവസന്നിധി വന്നിട്ട് പാപം ചെയ്യാതെ ജീവിക്കുന്നവർ, വിഗ്രഹത്തെ ആരാധിക്കാൻ പോകാത്തവർ, ഇതുവരെയും തെറ്റുകളൊന്നും ചെയ്യാത്തവർ, സഭയെയും ദൈവദാസന്മാരെയും ബഹുമാനിക്കുന്നവർ, എന്നിട്ടും നിന്റെ വീട്ടിനകത്ത് നിന്ന് മാറാതെ കിടക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ കണ്ണിന് പിടുത്തം കിട്ടാതെ മറഞ്ഞു നിൽക്കുന്ന ആ മുഖം ഇനി നിന്റെ വീട്ടിൽ വാഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇനി നിന്റെ വീട്ടിൽ വാഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതിന്റെ അടിത്തറകൾ ഇന്ന് രാവിലെ ദൈവം പൊളിക്കുന്നു.